നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവർ കൂടുതലായി അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. ഒന്നും ശാശ്വതമായി നിലനിൽക്കാത്തതിനാൽ ശാന്തത പാലിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഭൂമിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദൗത്യം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. പരാതി പറയുക എന്നതാണ് ഏറ്റവും എളുപ്പമുള്ള ജോലി. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ കഴിവും മൂല്യവും നിങ്ങൾക്കറിയില്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സന്തോഷമായിരിക്കാൻ രണ്ട് വഴികളുണ്ട്. നിങ്ങളുടെ സാഹചര്യം മാറ്റുക, അല്ലെങ്കിൽ ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. ശരിയായ സമയമെന്നാൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പാഴാകും. ഒന്നും സംഭവിക്കില്ല. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ചിന്താഗതികളും സ്വപ്നങ്ങളുമാണ് നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ ബുദ്ധിയുടെയോ കഴിവിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ സ്വാധീനത്തിനപ്പുറത്താണ് നിങ്ങളുടെ ചിന്താഗതികൾക്കും സ്വപ്നങ്ങൾക്കും ഉള്ള സ്ഥാനം. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. നിങ്ങൾക്കെതിരെ എറിയുന്ന കല്ലുകളെടുത്ത് തിരികെ എറിയരുത്. കൂട്ടിവെച്ച് അതിന് മുകളിൽ കയറി നിൽക്കണം. എന്നിട്ട് എറിഞ്ഞവരെ നോക്കുക. അവർ ഒരുപാട് താഴെയും പ്രതികരിക്കാത്ത നീ അവരിൽ നിന്ന് ഒരുപാട് മുകളിലും എത്തിയിട്ടുണ്ടാവും. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനേ സമയം ഉണ്ടാകും. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ട്. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. എല്ലായ്പ്പോഴും ഒരു തുടർച്ചയാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. ആളുകൾ നിങ്ങളെ വെറുക്കാൻ തുടങ്ങിയാൽ വിഷമിക്കേണ്ട. അതിനർത്ഥം അവർക്ക് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നു എന്നതാണ്. തൊട്ടാൽ വാടുമെന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തൊട്ടാവാടിയെ തൊടുന്നത്. നിങ്ങൾക്ക് വേദനിക്കുമെന്ന് അറിയുന്നതുകൊണ്ടാണ് പലരും നിങ്ങളെ വേദനിപ്പിക്കുന്നത്. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. ദാരിദ്ര്യം ധീരത കൊണ്ടും, പഴയ വസ്ത്രം വൃത്തി കൊണ്ടും, രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും, സൗന്ദര്യമില്ലായ്മ സ്വഭാവ ഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടി പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ. മിക്ക കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഭയപ്പെടുന്ന സ്വഭാവം ഒഴിവാക്കുക. ഭയം നിങ്ങളുടെ മുന്നോട്ടുള്ള ഏതൊരു പാതയിലും തടസ്സം സൃഷ്ടിക്കും. എന്നും നിങ്ങൾ ഇങ്ങനെ ചെറുപ്പമായി ഉണ്ടാവില്ല എന്ന് എപ്പോഴും ഓർക്കുക. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. വ്യത്യസ്ത രീതിയിലാണ് സ്ത്രീയും പുരുഷനും പ്രശ്നങ്ങളെ കാണുന്നത്. പുരുഷൻ പ്രശ്നങ്ങളെ പ്രവൃത്തിയിലൂടെ പരിഹരിക്കുന്നു, എന്നാൽ സ്ത്രീകൾ പലപ്പോഴും അതിനെ വൈകാരികമായി സമീപിക്കുന്നു. സകലരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്തു ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യവുമാണ്. നമ്മളെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കൂ. അല്ലാത്തവർക്ക് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റുകളായിരിക്കും.
നഷ്ടപ്പെട്ടതൊന്നും നാം കൊണ്ടുവന്നതല്ല ഇത്ര കണ്ട് ദുഃഖിക്കാൻ. നേടിയതൊന്നും നാം കൊണ്ടുപോകുന്നില്ല ഇത്രമേൽ സന്തോഷിക്കാൻ. എപ്പോഴാണ് ഇല്ലാതാവുന്നത് എന്നും അറിയില്ല. ഓരോ ദിനവും നന്മ ചെയ്ത് ജീവിക്കുക, ആസ്വദിക്കുക, സഹായിക്കുക, സ്നേഹിക്കുക പരസ്പരം. തളർന്നു പോകുന്നുണ്ട്, പക്ഷെ തളരില്ല. ഈ ഇരുട്ടിൻ്റെ പിന്നിൽ ഒരു വെളിച്ചം ഉണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയേകുന്നത്. മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രഭാവം നമ്മിലും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരിലെ അവഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവവും നമ്മിലുണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് കാണണമെന്ന് ചിന്തിക്കൂ. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും നമ്മെ സ്വയം പ്രശംസിക്കാൻ തുടങ്ങുക. അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും.